എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ നീറ്റിൻ്റെ 2016 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിൻ്റെ രണ്ടാം ഭാഗമാണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ക്ലാസ്സിൽ അടുത്ത 2016 ചോദിച്ച 5 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് 45 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ 45 ഇമ്പോർട്ടൻറ്റ് ഏരിയ ഫുൾ കവർ ചെയ്തിരിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനോടൊപ്പം ആ ടോപ്പിക്ക് മാർക്ക് ചെയ്ത് വെക്കുക. ആ പോർഷനിൽ വരുന്ന, ആ ടോപ്പിക്കിൽ വരുന്ന മറ്റ് ഫോർമുലകളും റിലേറ്റഡ് ഫാക്റ്റും എഴുതി പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 identical charged spheres suspended from a common point by 2 massless strings of length L are initially at a distance d apart because of their mutual repulsion. The charges begin to leak from both the spheres at a constant rate. As a result, the spheres approach each other with a velocity v. Then v varies as a function of the distance x between the spheres as ഓപ്ഷൻസ് ഉണ്ടല്ലേ. v proportional to x raised to minus 1/2, v proportional to x raised to minus 1, v proportional to x raised to 1/2, v proportional to x. ഈ ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഒന്ന് എന്താണെന്ന് ആദ്യം നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ 2 ചാർജസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ ഒരേ പോയിന്റിൽ നിന്ന്. നമുക്ക് ആദ്യം അതൊന്ന് വരച്ച് നോക്കാം. എന്താ, 2 സിമിലർ ചാർജസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേ പോയിന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് L ആണ്. ഈ ചാർജിനെ നമുക്ക് Q എന്നെടുക്കാം. രണ്ടും Q ആണ്. 2 സിമിലർ ചാർജസ് ആയതുകൊണ്ട് റിപ്പൾസീവ് ഫോഴ്സാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ് ഞാൻ X എന്ന് കൊടുത്തിരിക്കുകയാണ്. ശരിക്കും ആക്ച്വലി ഫസ്റ്റ് ഡിസ്റ്റൻസ് D ആണ്. ഇപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് D എന്ന് കൊടുക്കാം. ഞാനിപ്പോൾ X എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 2 ചാർജസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചാർജസിൻ്റെ ലീക്കേജ് സംഭവിക്കുന്നു. അതായത് എയറിലെ വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻറ്റ് കൊണ്ടും വാട്ടറിൻ്റെ പ്രസൻസ് കൊണ്ടും ഒക്കെ ചാർജ് ലീക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ചാർജ് ലീക്കേജ് നടക്കുമ്പോൾ ചാർജ് നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാർജസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയുന്നു. ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം. F = 1/4πε0 Q1 Q2. ഇവിടെ സെയിം ആയതുകൊണ്ട് Q²/x² എന്നാണ് അല്ലേ. ഇത് നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുത്താൽ F = kQ²/x². അപ്പോൾ F Qന് പ്രൊപ്പോർഷണലാണ്, Q²ന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ചാർജ് ലീക്കേജ് വന്ന് ചാർജിൻ്റെ നഷ്ടം സംഭവിച്ചാൽ ചാർജ് കുറയുകയും ഫോഴ്സും അതിനനുസരിച്ച് കുറയുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർജസ് അടുത്തേക്ക് വരുന്നു. ഓക്കെ, സോ ലീക്കേജ് നടക്കുമ്പോൾ ചാർജ് അടുത്തേക്ക് വരുന്നു. അപ്രോച്ച് ഈച്ച് അതർ ആണ്. ചാർജസ് അപ്രോച്ച് ഈച്ച് അതർ വിത്ത് എ വെലോസിറ്റി v. വെലോസിറ്റിയിൽ അടുത്തേക്ക് വരുന്നു. ദെൻ നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് ഈ v വെലോസിറ്റിയും x ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റിയും ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ നമുക്ക് ഇത് റിസൾട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരും. നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഞാൻ ഈ റിസൾട്ട് പറയാം. v proportional to 1/√x എന്നാണ്. v proportional to 1/√x or v proportional to x raised to minus 1/2. ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡിസ്റ്റൻസ്. ഇനി ഇതെങ്ങനെ, ഇത് റിസൾട്ട് ആയിക്കഴിഞ്ഞു, പക്ഷെ നമുക്കിതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെ കിട്ടി. ഞാനിവിടെ ഇതിനെ സെൻറ്ററിലൂടെ ഞാനൊരു ലൈൻ വരച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. ഈ ആംഗിൾ തീറ്റ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, കുഴപ്പമില്ല തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ ഞാനിത് ഈ ലൈനിന് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇപ്പോൾ 2 പാരലൽ ലൈൻസാണ്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? തീറ്റ കിട്ടുന്നു. ഈ സൈഡ് ഒരു സ്ട്രിങ് ആണല്ലേ. അപ്പോൾ സ്ട്രിങ്ങിനൊരു ടെൻഷൻ കാണും. അപ്പോൾ ഇവിടെ ഒരു ചാർജ് ഉണ്ട്. ചാർജിൽ നിന്ന് ടെൻഷൻ്റെ ഡയറക്ഷൻ എപ്പോഴും എവേ ഫ്രം ദി ബോഡിയാണ്. സോ ടെൻഷൻ ഞാൻ T മാർക്ക് ചെയ്തു. ഈ ആംഗിൾ തീറ്റയാണ്. ഇവിടെ ഒരു T ഉണ്ട്. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ T cos തീറ്റ
അല്ലേ? ടി കോസ് തീറ്റ ഇങ്ങനെ മാർക്ക് ചെയ്യാം, ഈ ഡയറക്ഷനിൽ ടി സൈൻ തീറ്റ. ഇതൊക്കെ സിമ്പിളായിട്ട് വെക്ടറിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നോക്കുക, ഈ ചാർജിൻ്റെ മാസ് എം ആണെങ്കിൽ വെയിറ്റ് എം ജി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ടി കോസ് തീറ്റയെ ബാലൻസ് ചെയ്ത് വെയിറ്റ് എം ജി ആക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ചാർജിന് റിപ്പൽഷൻ ആയതുകൊണ്ട് ആദ്യ കേസിൽ അടുത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല, സെപ്പറേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ റിപ്പൽഷനാണ്. ആ റിപ്പൽസീവ് ഫോഴ്സ് ഇങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നല്ലേ, ഈ ഡയറക്ഷനിൽ. കാരണം എന്താണ്, റിപ്പൽഷന് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഫസ്റ്റ് ഇനീഷ്യൽ കേസാണ്. അപ്പോൾ ഈ റിപ്പൽസീവ് ഫോഴ്സ് ഇവിടെയുണ്ട്. ടി സൈൻ തീറ്റയെ ബാലൻസ് ചെയ്യുന്നത് ഈ ഫോഴ്സാണ്. സോ വി ക്യാൻ റൈറ്റ് ടി സൈൻ തീറ്റ ഈക്വൽ ടു റിപ്പൽസീവ് ഫോഴ്സ് എഫ് ആണ്. എഫ് ഇസ് ഈക്വൽ ടു കെ ക്യൂ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ആണ്. കെ ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. ഈ ക്വസ്റ്റ്യനിൽ ആകെ ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന ഈ കാര്യം മാത്രമാണ് നമ്മളൊന്ന് അറിഞ്ഞു വെച്ച് ചെയ്യേണ്ടത്. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ്. ടി സൈൻ തീറ്റ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കൂളം ഫോഴ്സ് ഉണ്ട് അല്ലെ, റിപ്പൾസീവ് ഫോഴ്സ്. ഇനി ടി കോസ് തീറ്റയെ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നു. സോ ടി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം ജി. ഇനി ഇക്വേഷൻ 1, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു കെ ക്യൂ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എൻ ജി എന്ന് കിട്ടുന്നു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഫിഗറിൽ നിന്ന് നമുക്കൊരു സൈൻ തീറ്റ എഴുതി നോക്കാം. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ഉള്ളത് ഈ മൊത്തം ഡിസ്റ്റൻസ് എക്സ് എന്നാണ് എടുത്തത്. അപ്പോൾ ഇത് x/2, x/2 ബൈ എൽ. സോ വി ക്യാൻ റൈറ്റ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു x/2 എൽ. ഇനി ഈ തീറ്റ ആംഗിൾ വളരെ ചെറുതാണ്, അതുകൊണ്ട് സൈൻ തീറ്റയും ടാൻ തീറ്റയും ഒക്കെ അപ്രോക്സിമേറ്റ് ചെയ്ത് സെയിം ആയിട്ട് കൊടുക്കാം. സോ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റയാണ്. എന്താണ് റീസൺ? തീറ്റ ചെറുതായതുകൊണ്ട്, ആംഗിൾ തീറ്റ വളരെ ചെറുതായതുകൊണ്ട്. സോ സൈൻ തീറ്റയും ടാൻ തീറ്റയും ഈക്വൽ ആയപ്പോൾ കെ ക്യൂ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എം ജി ഇസ് ഈക്വൽ ടു x/2 എൽ എന്ന് കൊടുത്തു. ഇതിവിടുന്ന് ഞാൻ ക്യൂവിൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എം ജി ബൈ 2LK. എക്സ് ക്യൂബ് എം ജി ബൈ 2LK. എന്തിനാണ് ക്യൂവിൻ്റെ ഇക്വേഷൻ എഴുതിയതെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ലീക്കേജ് കോൺസ്റ്റൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ലീക്കേജ് എന്ന് പറഞ്ഞാൽ dQ/dt ആണല്ലേ, ചാർജിനുണ്ടാകുന്ന ടൈം അനുസരിച്ചുണ്ടാകുന്ന അതിൻ്റെ ലോസ്. സോ dQ/dt ആണ് ഞാനിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ പർപ്പസ് മനസ്സിലായല്ലോ, dQ/dt കണ്ടുപിടിക്കാൻ പോകും. ക്യൂ സ്ക്വയർ ചെയ്യുന്ന എനിക്ക് എന്ത് ചെയ്യാം, ക്യൂ എഴുതാം. ക്യൂ ഇസ് ഈക്വൽ ടു x⁻³ ആവുന്നു അല്ലേ, ഇൻറ്റു ബാക്കി വന്നതെല്ലാം ഞാനൊരു കോൺസ്റ്റൻറ്റ് കെ എന്നെടുത്തിരിക്കുകയാണ്. കെ ഇൻറ്റു x⁻³ എന്നെടുത്തു. ഓക്കെ, ഇനി കോൺസ്റ്റൻസ് അവിടെ ഇരിക്കട്ടെ. ക്യൂ പ്രൊപ്പോർഷണൽ ടു x⁻³ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ക്യൂ പ്രൊപ്പോർഷണൽ ടു x⁻³². ഇനി നമുക്ക് വേണ്ടത് എന്തായിരുന്നു, എക്സും ക്യൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ല, വെലോസിറ്റിയാണ് വേണ്ടതല്ലേ. ഇപ്പോൾ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. dQ/dt പ്രൊപ്പോർഷണൽ ടു 3/2 ഇൻറ്റു എക്സിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്, ഇൻറ്റു x⁻½ ആവുന്നു. 3/2 ഇൻറ്റു x⁻³ - 1 ഇൻറ്റു dx/dt എന്ന് എഴുതണ്ടേ, dx/dt. ഇവിടെ dx/dt ആണ് വെലോസിറ്റി അല്ലേ. ഇനി dQ/dt കോൺസ്റ്റൻറ്റ് റേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, റേറ്റ് ഓഫ് ലോസ്. സോ dQ/dt കോൺസ്റ്റൻ്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് dx/dt പ്രൊപ്പോർഷണൽ ടു എക്സ് അടുത്ത സൈഡിലേക്ക് പോയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ 1/x⁻². dx/dt പ്രൊപ്പോർഷണൽ ടു 1/x⁻². dx/dt എന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണ്. v പ്രൊപ്പോർഷണൽ ടു 1/x⁻² ഓർ v പ്രൊപ്പോർഷണൽ ടു x⁻⁻² ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം വന്നാൽ ഇത്രയും സ്റ്റെപ്സ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ഹൈറ്റ് ഫ്രം ദി സർഫസ് ഓഫ് എർത്ത് ദി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ and the value of G are -5.4 into 10⁻⁷ joule per kilogram and 6.0 meter per second square respectively.
ടേക്ക് ദി റേഡിയസ് ഓഫ് എർത്ത് as 6400 കിലോമീറ്റർ. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് എത്ര ഹൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ -5.4 × 10⁻⁷ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 6 ആകും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര ഹൈറ്റിൽ പോയാൽ ഈ രണ്ട് വാല്യൂസും പറഞ്ഞിരിക്കുന്ന പോലെ ആകും എന്നാണ് നോക്കേണ്ടത്. നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും എർത്തിൻ്റെ സർഫസിൽ നിന്ന് h ഹൈറ്റിലുള്ള വാല്യൂസാണ് തന്നിരിക്കുന്നത് അല്ലേ. റേഡിയസ് ഓഫ് ദ എർത്തും ഉണ്ട്. ഹൈറ്റ് h ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വളരെ വളരെ സിമ്പിളാണ്. നിങ്ങളിവിടെ ആകെ രണ്ട് ഫോമുല അറിഞ്ഞാൽ മതി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ V = ഫോമുല എന്താണ്? -gm/, സർഫസിലാണെങ്കിൽ r കൊടുക്കാം, ഹൈറ്റിലായതുകൊണ്ട് r+h. gh-ൻ്റെ ഫോമുലയാണെങ്കിൽ gm/r+h². ഓക്കെ, നമുക്കിനി h വേണം. സോ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. v/gh ക്യാൻസൽ ചെയ്ത് gm ക്യാൻസൽ ചെയ്ത് r+h എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ നിന്നാണ് h വേണ്ടതല്ലേ. സോ h v/gh - r എന്ന് വരുന്നു അല്ലേ. h v/gh - r. v/gh എന്ത് വരുന്നു? വിയുടെ വാല്യൂ 5.4 × 10⁻⁷ gh-ൻ്റെ വാല്യൂ 6 മൈനസ് എർത്തിൻ്റെ റേഡിയസ് 6400 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇത് 0.9 × 10⁻⁷ എന്ന് വരുന്നു. അതിനെ നമുക്ക് 9 × 10⁻⁶ എന്ന് എടുക്കാം. മൈനസ് 6400 കിലോമീറ്ററിനെ മീറ്ററിലാക്കി കഴിഞ്ഞാൽ 6.4 × 10⁻⁶ എന്ന് കിട്ടും. കാൽക്കുലേഷൻ എളുപ്പത്തിലാക്കാനാണ് ഞാനിങ്ങനെ എഴുതിയത്. അപ്പം 9 - 6.4 2.6 × 10⁻⁶ മീറ്റർ എന്ന വാല്യൂ കിട്ടുന്നു. ഓക്കെ, അല്ലെങ്കിൽ കിലോമീറ്ററിലാക്കി കഴിഞ്ഞാൽ 2600 കിലോമീറ്റർ h-ൻ്റെ വാല്യൂ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ദി മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് -4. 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ, പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ, ഡയമagnetic മെറ്റീരിയൽ ഓൺലി, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഓൺലി. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആവുന്നത് ഡയമagnetic മെറ്റീരിയലിന് മാത്രമാണ്. ഓപ്ഷൻ സി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാനിവിടെ ഇത് 2016 ചോദിച്ച ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ഈ പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. പാരാ, ഡയ ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നോക്കി പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സ്മോൾ സിഗ്നൽ വോൾട്ടേജ് Vt = V0 sin ωt ഈസ് അപ്ലൈഡ് അക്രോസ് ആൻ ഐഡിയൽ കപ്പാസിറ്റർ. താഴെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. ദി കറണ്ട് I ഈസ് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ്. കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 180 ഡിഗ്രി. Current lags voltage by 90 degree. Over a full cycle, the capacitor C does not consume any energy from the voltage source. ഒരു കപ്പാസിറ്റർ AC വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ π/2 എന്നതാണ്. കറണ്ട് വോൾട്ടേജിനേക്കാൾ π/2 ആംഗിൾ മുന്നിലായിരിക്കും. അതായത് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ I = I0 sin ωt പ്ലസ് π/2 ആണ്. ഓക്കെ, I = I0 sin ωt പ്ലസ് π/2. കറണ്ട് 90 ഡിഗ്രി ലീഡ് ചെയ്യും. നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല, കറണ്ട് വോൾട്ടേജും ഇൻ ഫേസ് അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 180 ഡിഗ്രി എന്നാണ്. അത് തെറ്റാണ്. കറണ്ട് 90 ഡിഗ്രിയാണ് ലീഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ ലാഗ് ചെയ്യുന്നു. അപ്പോൾ അതുമല്ല. അപ്പോൾ കറണ്ടുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ മൂന്നും കറക്റ്റ് അല്ല. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കുക. ഓവർ എ ഫുൾ സൈക്കിൾ ദ കപ്പാസിറ്റർ ഡസ് നോട്ട് കൺസ്യൂം എനി എനർജി ഫ്രം ദി വോൾട്ടേജ് സോഴ്സ്. കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ AC-യുടെ ഒരു ഹാഫിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഹാഫിൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. ചാർജിങ്ങിൻ്റെ സമയത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജിയാണ് ഡിസ്ചാർജിങ്ങിൻ്റെ സമയത്ത് ഡിസ്ചാർജ് ചെയ്തു പോകുന്നത്. അപ്പോൾ വോൾട്ടേജ് സോഴ്സിൽ നിന്ന് എനർജി കപ്പാസിറ്റർ എടുക്കുന്നില്ല. ഒരു കംപ്ലീറ്റ് സൈക്കിൾ എടുത്ത് നോക്കിയാൽ കപ്പാസിറ്റർ ഡസ് നോട്ട് ടേക്ക് എനി എനർജി ഫ്രം ദി വോൾട്ടേജ് സോഴ്സ്.
അപ്പം നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. ഓവർ എ ഫുൾ സൈക്കിൾ ദ കപ്പാസിറ്റർ ഡസ് നോട്ട് കൺസ്യൂം എനി എനർജി ഫ്രം ദി വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ ഈ ഓപ്ഷൻ പഠിച്ചു വയ്ക്കുക. കറണ്ട് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കറണ്ട് വോൾട്ടേജിനേക്കാൾ ലീഡ് ചെയ്യും. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് ചിലപ്പോൾ ഇനി ഇൻഡക്ടർ തന്നിരിക്കും. ഇതേ കേസിൽ തന്നെ ഇൻഡക്ടർ ഒരു ഒരു വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ആ കേസ് വരുമ്പോൾ ഇൻഡക്ടറാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യും, π/2 ലാഗ് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ എക്സാം വരുമ്പോൾ ഏതിനാണ് കറണ്ട് ലീഡ് ചെയ്യുന്നത്, ഏതിനാണ് ലാഗ് ചെയ്യുന്നത്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. ഓർത്ത് വയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഓർക്കുക, കപ്പാസിറ്ററാണ് എ സിയുമായിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ കപ്പാസിറ്റർ സി അല്ലേ, അങ്ങനെയാണെങ്കിൽ സി വരുന്ന കറണ്ടിനായിരിക്കും ഡോമിനേഷൻ, കറണ്ട് ലീഡ് ചെയ്യും. ഓക്കെ, കപ്പാസിറ്റർ കണക്ട് ചെയ്താൽ കപ്പാസിറ്റർ സിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ കറണ്ടും സിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കറണ്ട് ലീഡ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് സിമ്പിളായിട്ട് ഓർക്കാം, കപ്പാസിറ്ററിന് പകരം ഇൻഡക്ടറാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇൻഡക്ടറിൽ അപ്പോൾ ആരായിരിക്കും, സി വരുന്നില്ല, അപ്പോൾ പിന്നെ വരുന്ന വോൾട്ടേജ് ലീഡ് ചെയ്യും. ഏത് കേസായാലും ലീഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് π/2 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ ഈ പോർഷൻ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എ സി അപ്ലൈഡ് ടു ഇൻഡക്ടർ, കപ്പാസിറ്റർ, ആ പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കറണ്ട്, വോൾട്ടേജ്, ഇമ്പീഡൻസ്, LCR സർക്യൂട്ടിൻ്റെത്, പവർ, ഈ പോർഷനിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കി വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് സം ഓഫ് ടു വെക്ടേഴ്സ് ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ഓഫ് ദി ടു വെക്ടേഴ്സ്, ദി ആംഗിൾ ബിറ്റ്വീൻ ദീസ് വെക്ടേഴ്സ് ഈസ്. ഇതൊരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് സം ഓഫ് ടു വെക്ടേഴ്സ് ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം അല്ലേ. അപ്പം നമുക്ക് നോക്കാം, സം ഓഫ് ടു വെക്ടേഴ്സ് അല്ലേ, വെക്ടർ എ പ്ലസ് വെക്ടർ ബി, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് സം ഓഫ് ടു വെക്ടേഴ്സ് നമുക്ക് എഴുതാം √(a² + b² + 2ab cos θ എന്നാണ്. ഇനി ഡിഫറൻസ് വെക്ടർ എ മൈനസ് വെക്ടർ ബി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അപ്പോൾ അതെന്ത് വരുന്നു, √(a² + b² - 2ab cos θ. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതല്ലേ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ എന്ന് കൊടുക്കുമ്പോൾ റൂട്ട് മാറ്റിയിട്ട് a² + b² + 2ab cos θ is equal to a² + b² - 2ab cos θ. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാനാണ് എല്ലാ സ്റ്റെപ്പ് എഴുതുന്നത്, നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിലൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ഇതിനെ സോൾവ് ചെയ്തല്ലേ, ഇതെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് കിട്ടുന്നു എയും ബിയും ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് 2ab cos θ + 2ab cos θ = 0. ദാറ്റ് ഈസ് 4ab cos θ is equal to 0 എന്ന് കിട്ടുന്നു. 4ഉം എയും ബിയും 0 ആകാൻ പറ്റത്തില്ല, സോ cos θ ആയിരിക്കാം 0. cos θ is equal to 0. ദാറ്റ് മീൻസ് θ is equal to 90 ഡിഗ്രി. θ 90 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഓപ്ഷനിൽ θ 90 വരുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ഗ്യാസ് ഈസ് കംപ്രസ്ഡ് ഐസോതെർമലി ടു ഹാഫ് ഇറ്റ്സ് ഇനീഷ്യൽ വോളിയം. The same gas is compressed separately through an adiabatic process until its volume is again reduced to half. Then, ഒരു ഐസോതെർമൽ കംപ്രഷനിലൂടെ ഒരു ഗ്യാസിൻ്റെ വോളിയം ഹാഫ് ആക്കുന്നു. സെപ്പറേറ്റ് ആയിട്ട് ഇതേ ഗ്യാസിൻ്റെ വോളിയം തന്നെ എഡിയബാറ്റിക് കംപ്രഷനിലൂടെയും ഹാഫ് ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷൻ നമുക്ക് മാച്ച് ചെയ്യുമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ, കംപ്രസിങ് ദ ഗ്യാസ് ഐസോതെർമലി ഓർ എഡിയബാറ്റിക്കലി വിൽ റിക്വയർ ദി സെയിം എമൗണ്ട് ഓഫ് വർക്ക്. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദി കേസ് വെദർ കംപ്രഷൻ ത്രൂ ഐസോതെർമൽ ഓർ ത്രൂ അഡിയബാറ്റിക് പ്രോസസ് റിക്വയർ മോർ വർക്ക് വിൽ ഡിപ്പെൻഡ് അപ്പോൺ അറ്റോമിസിറ്റി ഓഫ് ദി ഗ്യാസ്. ഗ്യാസിൻ്റെ അറ്റോമിസിറ്റി അനുസരിച്ചിട്ടാണ് ഏതിനാണ് കൂടുതൽ വർക്ക് വേണ്ടതെന്നാണ് സെക്കൻഡ് ഓപ്ഷനിൽ പറയുന്നത്. മൂന്നാമത്തേത്, കംപ്രസിങ് ഗ്യാസ് ഐസോതെർമലി വിൽ റിക്വയർ മോർ വർക്ക് ടു ബി ഡൺ. അടുത്തത്, കംപ്രസിങ് ദ ഗ്യാസ് ത്രൂ അഡിയബാറ്റിക് പ്രോസസ് വിൽ റിക്വയർ മോർ ഹീറ്റ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ PV ഡയഗ്രം നോക്കാം. ഇതാ നോക്കിവിടെ PV ഡയഗ്രം തന്നിട്ടുണ്ടല്ലേ, പ്രഷർ വോളിയം ഡയഗ്രം. ഇതിൽ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഗ്രാഫാണ് ആ മുകളിൽ കാണുന്ന ഗ്രാഫ്. അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഗ്രാഫാണ്. രണ്ടാമത്തെ ഗ്രാഫാണ്, ഇതാണ് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഗ്രാഫ്. അഡിയബാറ്റിക് എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഗ്രാഫ്.
ഇനി പി വി ഡയഗ്രത്തിൻ്റെ ഏരിയ അണ്ടർ പി വി ഡയഗ്രമാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഏരിയ അണ്ടർ പി വി ഡയഗ്രാം. അപ്പം നമുക്ക് ഈ ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നു അഡിയബാറ്റിക് ഗ്രാഫിൻ്റെ ആ പി വി ഡയഗ്രത്തിലാണ് വർക്ക് ഡൺ കൂടുതൽ വരുന്നത് അല്ലേ. ഐസോതേർമൽ കർവ് ഇതല്ലേ, അതിൻ്റെ ആ പോർഷനിൽ വരുന്ന ഏരിയ കുറവായിരിക്കും. അഡിയബാറ്റിക് ഗ്രാഫിൻ്റെ താഴെ വരുന്ന ഏരിയ കൂടുതലാണ്. സോ ഏരിയ ഓഫ് അഡിയബാറ്റിക് കർവ് ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഐസോതേർമൽ കർവ്. കർവിൻ്റെ ഏരിയ തരുന്ന വർക്ക് ഡൺ അല്ലേ. സോ അഡിയബാറ്റിക് പ്രോസസ്സ് റിക്വയർ മോർ വർക്ക് ടു ബി ഡൺ. അഡിയബാറ്റിക് പ്രോസസ്സിനാണ് കൂടുതൽ വർക്ക് വേണ്ടി വരുന്നത് അല്ലേ. അപ്പം നമ്മുടെ ഓപ്ഷൻ ഡി. 2016 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ പോർഷൻ്റെയും അത് ഉൾപ്പെടുന്ന ടോപ്പിക്കിലെ കോൺസെപ്റ്റും ഫോർമുലയും നന്നായിട്ട് നോക്കി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. കോൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക, ഫോർമുലകൾ ഒരു ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണെന്ന് കൺസിഡർ ചെയ്ത് പഠിക്കുക.